പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിൻ്റെ ഭാഗമാണ് പഠിച്ചു വരുന്നത്. റമദാൻ മാസം, അതിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ തുടക്കത്തിൻ്റെ തേട്ടവും ആശയവും. റമദാനിൽ ഇത് എന്ന് അവതീർണമായി എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വച്ചത്. എങ്ങനെയാണ് ഈ അവതീർണത? അതാണ് ഈ തുടക്കത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. നമ്മുടെ വചനം ഈ 185-ാം വചനമാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് തുടങ്ങിയുള്ള വിശാലമായ വചനം. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഭാഗമാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് എന്ന് അവതീർണമായി എന്ന് പഠിച്ചത്. ഇനി ഇതെങ്ങനെ അവതീർണമായി? അതൊരു പ്രധാന വിഷയമാണ്. ചിലർക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ഇവിടെ തീർത്തു പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായ സമയം ജബൽ അന്നൂറിൽ ഹിറ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനമിറങ്ങി തിരുസവിധത്തിൽ വന്ന് വിശുദ്ധ ഖുർആൻ്റെ ആദ്യ വചനങ്ങൾ 5 അത് ഓതി തിരുദൂതരെ പഠിപ്പിച്ചു. അതൊരു വലിയ സംഭവമാണ്. പക്ഷേ തിരുനബിക്ക് വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത് അപ്പോഴാണ്, അവിടെയാണ്. സൂറത്തുൽ അലഖിലെ 5 വചനങ്ങൾ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 വചനങ്ങൾ. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി, പ്രവാചകത്വം ലഭിച്ചു. പിന്നെ നാളുകൾ വഹ്യ് നിലച്ചു. തുടർന്ന് സൂറത്തുൽ മുദ്ദസിറിലെ 5 തുടക്കവചനങ്ങൾ അവതരിപ്പിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സ് പൂർത്തിയായി ഈ 5 വചനങ്ങൾ അവതീർണമായതിനു ശേഷം വിശുദ്ധ മക്കയിൽ ജബലുന്നൂറിൽ ഹിറയുടെ പരിസരത്ത് വെച്ച് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ഇതായിരുന്നു പ്രസ്തുത 5 വചനങ്ങൾ. ഇതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമായി. വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണത എങ്ങനെ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു അങ്ങനെയുള്ള മാസമാകുന്നു റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ആര് ഇറക്കി? അർറൂഹുൽ അമീൻ. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറയിൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ലോകരുടെ റബ്ബായ അള്ളാഹുവിൻ്റെ അവതീർണതയാകുന്നു, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. നസല ബിഹി റൂഹുൽ അമീൻ, അതുകൊണ്ട് ഇറങ്ങിയത് വിശ്വസ്ത ആത്മാവായ മലക്ക് ജിബ്രീലാണ്. ഇറങ്ങിയത് അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തല്ല പറയുകയാണ്, മുന്നറിയിപ്പുകാരൻ ആകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, സ്പഷ്ടവും വ്യക്തവുമായ അറബി ഭാഷയിലാകുന്നു
എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ റമദാൻ മാസത്തിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത തിരുദൂതരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇവിടെ അൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ, അത് വിശുദ്ധ ഖുർആൻ മൊത്തത്തിലാണോ, അതല്ല ഖുർആനിൽ നിന്ന് ഏതാനും സൂക്തങ്ങളാണോ? അവിടെ ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൻ മുബാറക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ ഈ വചനം സാക്ഷിയാണ്. ഖദറിൻ്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്നതിന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്ത് സാക്ഷിയാണ്. ലൈലത്തുൽ ഖദറിൽ തീർച്ചയായും നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തുൽ ദുഖാനിലെ മഹൽ വചനം, 7-ാമത്തെ വചനം. അനുഗ്രഹീത രാവിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ റമദാനിൽ ലൈലത്തുൽ ഖദറിൽ, അത് ലൈലത്തുൽ മുബാറക്കത്താണ്, അനുഗ്രഹീത രാവാണ്, അതിൽ വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, റമദാൻ അല്ലാത്ത മാസങ്ങളിലും വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ടല്ലോ. ശവ്വാലിൽ ഇറങ്ങിയതുണ്ട്, ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും റബീഇലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റമദാനിൽ ഇറങ്ങി അവതരിച്ചു, ഖദറിൻ്റെ രാവിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു സംഭാഷണം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത്തിയ ഇബ്നുൽ അസ്വദ്, താബിഈങ്ങളിൽ സുപ്രസിദ്ധനാണ് അത്തിയ. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഒരു സംശയം ഉടലെടുത്തു. ഏത് വിഷയത്തിൽ? ഫീ ഖൗലില്ലാഹി തആല ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനത്തിൻ്റെ വിഷയത്തിൽ, അതേപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന വചനത്തിൻ്റെ വിഷയത്തിൽ, അപ്രകാരം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ, ഈ 3 ആയത്തുകളുടെ വിഷയത്തിൽ സംശയം. എന്താ സംശയം? വഖദ് ഉൻസില ഫീ ശവ്വാൽ, വിശുദ്ധ ഖുർആൻ ശവ്വാലിൽ ഇറങ്ങിയിട്ടുണ്ട്. വദിൽഖഅദ, ദുൽഖഅദയിൽ ഇറങ്ങിയിട്ടുണ്ട്. വദിൽഹിജ്ജ, ദുൽഹിജ്ജയിൽ ഇറങ്ങിയിട്ടുണ്ട്. വൽ മുഹറം, മുഹറമിലും. വസഫർ, സഫറിലും. വ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ്? റമദാനിൽ ഇറക്കപ്പെട്ടു. ലൈലത്തുൽ ഖദർ റമദാനിലെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു. ലൈലത്തുൽ മുബാറക്, ഈ അനുഗ്രഹീത രാത്രി റമദാൻ്റെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ മാത്രമാണോ ഇറങ്ങിയത്? അതാണ് അത്തിയ ഇബ്നുൽ അസ്വദിൻ്റെ ചോദ്യം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഉൻസില ഫി റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. വഫി ലൈലത്തിൻ മുബാറകത്തിൻ, ആ അനുഗ്രഹീത രാവിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ജുംലത്തൻ വാഹിദത്തൻ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ. സുമ്മ ഉൻസില ബഅദ ദാലിക അല മവാഖിഅൻ നുജൂമി റിസ്ലൻ ഫി ശുഹൂരി വൽ അയ്യാം, പിന്നീട് അതിന് ശേഷം മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെയായി ഖണ്ഡശയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അത്തിയയോട് പ്രതികരിച്ചത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അൽ അസ്മാ വസിഫാത്ത്, അതേപോലെ ഇമാം അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, ഇബ്നു അബി ഹാത്തിം, മർദവൈഹി തുടങ്ങിയവരൊക്കെ തഫ്സീറുകളിൽ ഉദ്ധരിച്ച ഒരു അസറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഒരു അസർ, അത്തിയയുമായിട്ടുള്ള ഈ സംഭാഷണം. ഇബ്നു അബ്ബാസിൽ നിന്ന് മറ്റൊരു നിവേദനം ഇപ്രകാരമുണ്ട് ഈ വിഷയത്തിൽ. ഫുസിലൽ ഖുർആൻ മിന ദിക്രി, ദിക്റിൽ നിന്ന് ഖുർആൻ അടർത്തപ്പെട്ടു, എടുക്കപ്പെട്ടു. ഫവുദിഅ ഫി ബൈത്തിൽ ഇസ്സത്തി ഫി സമാഇ ദുനിയ, പിന്നീട് അസ്സമാഉ ദുനിയയിൽ ബൈത്തുൽ ഇസ്സയിൽ ഖുർആൻ വെക്കപ്പെട്ടു. അസ്സമാഉ ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആകാശം, അതിൽ ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു എന്നാണ്. ഞാനത് വിശദീകരിക്കാം. ഫജഅല ജിബ്രീലു അലൈഹിസ്സലാം യുൻസിലുഹു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുറത്തിലുഹു തർത്തീല, അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തുടങ്ങി, വിശുദ്ധ ഖുർആൻ ഓതി നൽകുകയും ചെയ്തു തുടങ്ങി. ഇതാണ്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിവേദനം ഇമാം ഹാക്കിം മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്തു. ഹാക്കിമും ദഹബിയും ഒക്കെ ഇത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, മറ്റു പല പണ്ഡിതന്മാരും. ഇവിടെ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത അത് രണ്ട് തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ ഉൻസില ഫീഹി റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ. അത് രണ്ട് രീതിയിൽ, ഒന്ന് ജുംലത്തൻ വാഹിദത്തൻ മൊത്തത്തിൽ, രണ്ട് റിസ്ലൻ അല മവാഖി നുജൂം അല്ലെങ്കിൽ മുഫറഖൻ ഖണ്ഡശയായിട്ട്, നജ്മൻ നജ്മൻ അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് എന്ന നിലക്ക് ദിനരാത്രങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷങ്ങളിലായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതരണം, അതാണ് മറ്റൊരു അവതരണം, മുഫറഖായിട്ടുള്ള അവതരണം, അല്ലെങ്കിൽ നജ്മൻ നജ്മൻ അല്ലെങ്കിൽ റിസ്ലൻ എന്നൊക്കെ ഇതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ അല മവാഖി നുജൂം ഖണ്ഡശയായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതീർണത. ഈ ഷഹ്റു റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് രണ്ട് രീതിയിൽ അതിൻ്റെ അവതീർണത ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിലുള്ള ഖുർആൻ്റെ അവതീർണത. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ലാ ഖിലാഫ അന്നൽ ഖുർആന ഉൻസില മിനൽ ലൗഹിൽ മഹ്ഫൂദി ലൈലത്തുൽ ഖദ്രി ജുംലതൻ വാഹിദതൻ ഫവുദിയ ഫി ബൈത്തിൽ ഇസ്സതി ഫി സമാഇ ദുനിയ. അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ജുംലതൻ വാഹിദതൻ ഒന്നിച്ച് മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുകയും എന്നിട്ട് സമാഉദ്ദുന്യയിൽ സപ്തവാനങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അത് വെക്കപ്പെട്ടു, ലൗഹിൽ നിന്നെടുത്ത് ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു. അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹിമഹുല്ല. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സുമകാന ജിബ്രീൽ അലൈഹിസ്സലാം യൻസിലു ബിഹി നജ്മൻ നജ്മൻ ഫിൽ അവാമിരി വൻ നവാഹി വൽ അസ്ബാബ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുമായി മാനമിറങ്ങി ഖണ്ഡശയായി കൽപ്പനകളിൽ, വിരോധങ്ങളിൽ, കാരണങ്ങളിലൊക്കെയായി വദാലിക ഫി 20 സന, അത് 20 വർഷങ്ങളിൽ അങ്ങനെ വിശുദ്ധ ഖുർആൻ പിന്നീട് ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹുവ സഹീഹുൽ മുഅ്തമദ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതിൽ അവലംബിക്കപ്പെടുന്ന സഹിഹായ നിലപാട്, അഭിപ്രായം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അസുയൂത്തി അൽ അസഹുൽ അഷ്ഹറു, ഏറ്റവും ശരിയായതും പ്രസിദ്ധവുമായ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഈ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഇറങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ ഈ ആയത്താണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. പിന്നെ സൂറത്തു അൽ ഖദറിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തും സൂറത്തു ദുഖാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ആയത്തും, ഈ 3 ആയത്തുകൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. എന്നാൽ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നത് അറിയിക്കുന്ന ആയത്തുകൾ, ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 106-ാം വചനം, വഖുർആനം ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. ഖുർആനെ ഫറഖ്നാഹു, നാം വേർപ്പെടുത്തി ഖണ്ഡശയാക്കി അവതരിപ്പിച്ചു എന്ന് അല്ലാഹ് പറയാണ്. അതിൽ തഖറഅഹു അലന്നാസി അലാ മുക്സിൻ, കാലതാമസം എടുത്ത് ജനങ്ങൾക്ക് താങ്കൾ അത് ഓതി നൽകുന്നതിന് വേണ്ടി. വനസ്സൽനാഹു തൻസീല, വിശുദ്ധ ഖുർആനെ വിധം നാം പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവിടെ. അതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ വചനം, വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ, സത്യനിഷേധികൾ പറഞ്ഞു തിരുദൂതന് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒന്നിച്ച് ഇറക്കപ്പെടുന്നില്ല,
അപ്പോൾ അള്ളാഹ് പറയാണ് കെദാലിക്, അതായത് മൊത്തത്തിൽ ഇറക്കാതെ ഖണ്ഡശയായി ഇതിനെ തിരുദൂതർക്ക് അവതരിച്ചത് ലിനുസബിത ബിഹി ഫുആദക്, താങ്കളുടെ ചേതന മനസ്സ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉറപ്പിക്കാനും സ്ഥൈര്യപ്പെടാനും, ഉറത്തൽനാഹു തർത്തീല, നാം അതിനെ പ്രത്യേക രീതിയിൽ നാം താങ്കൾക്ക് ഓതിത്തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ഇവിടെ ഈ 2 വചനങ്ങൾ അറിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിച്ചതിനെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയുള്ള അവതീർണതയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, വിശുദ്ധ ഖുർആനിന് 2 തരത്തിലുള്ള അവതീർണത. ഒന്ന് മൊത്തത്തിലുള്ള അവതീർണത, മറ്റൊന്ന് ആ മൊത്തത്തിൽ അവതീർണമായതിൽ നിന്ന് പിന്നെ ഖണ്ഡശയായിട്ടുള്ള അവതീർണത. മൊത്തത്തിലുള്ള അവതീർണതയും ഖണ്ഡശയായി കുറച്ച് അല്പാൽപമായിട്ടുള്ള അവതീർണതയും, അതിൽ ആദ്യത്തെ അവതീർണത തുടക്കം അത് വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു. ഇഖ്റ ബിസ്മി സൂറയുടെ തുടക്കത്തിൽ 5 വചനങ്ങൾ അതിറങ്ങിയത് റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ. ആ രാവാകുന്നു ലൈലത്തുൽ മുബാറക, അനുഗ്രഹം അരുളപ്പെട്ട രാവ്. അൽ-ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്സമാഉദ് ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതീർണമായി എന്നുള്ളതാണ്. അൽ-ലൗഹുൽ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട ലൗഹാണ്. അൽ-ലൗഹുൽ മഹ്ഫൂദ്, അതിലാണ് ഈ ഉലകത്തിൽ നടക്കാനുള്ളതെല്ലാം അള്ളാഹു അറിഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി. അള്ളാഹു തൂലികയെ സൃഷ്ടിച്ച ആ നാളിൽ ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലമ ഖാല ലഹു ഉക്തുബ്, അള്ളാഹു തൂലികയെ പടച്ച ആദ്യ നാളിൽ തൂലികയോട് എഴുതാൻ പറഞ്ഞു. എന്തെഴുതണം? മഖാദീറുസ് സമാവാതി വൽ അർദ്, വാനങ്ങളിൽ ഭുവനങ്ങളിൽ നടക്കാനിരിക്കുന്നതെല്ലാം എഴുതാൻ പറഞ്ഞു. അതെഴുതിയ രേഖയാണ് അൽ-ലൗഹ് അൽ മഹ്ഫൂദ്. അത് നിർമ്മിക്കപ്പെട്ട ദ്രവ്യം ഏത്? മരമാണോ, ഇരുമ്പാണോ, സ്വർണമാണോ, വെള്ളിയാണോ, മറ്റെന്തെങ്കിലും ലവണങ്ങളോ മൂലകങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണ്? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അൽ-ലൗഹുൽ മഹ്ഫൂദ് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിലാണ് വിഷയങ്ങളും വിധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അൽ-ലൗഹുൽ മഹ്ഫൂദ് അതാർക്കും കൈകടത്താനോ അതിൽ മാറ്റത്തിരുത്തൽ വരുത്താനോ ഏറ്റാനോ കുറക്കാനോ കഴിയാത്ത വിധം അത് അൽ മഹ്ഫൂദ് സുരക്ഷിതമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഇന്നൽ മക്തൂബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി ലാ യതഗയ്യറു അബദൻ, അൽ-ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് ഒരിക്കലും അതിൽ മാറ്റം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതെന്തോ അത് ഈ ഉലകത്തിൽ പുലരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും, അള്ളാഹു ഫഅാലുൻ ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നത് യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ പരിപൂർണ അറിവിനാൽ അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതിനാൽ അതിൽ മാറ്റം വരുത്തൂല, മാറ്റം സംഭവിക്കൂല. വിധിയായി എഴുതപ്പെട്ടത് ലൗഹിൽ മാറ്റം വരുത്തപ്പെടുന്ന അവസ്ഥയല്ല. പക്ഷേ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റലുകളും തിരുത്തലുകളുമൊക്കെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ നീതിയുടെ തേട്ടത്തിനനുസരിച്ച്, യുക്തിയുടെ തേട്ടത്തിനനുസരിച്ച് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കും, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അത് അൽ-ലൗഹുൽ മഹ്ഫൂദിലല്ല, അള്ളാഹു അൽ-ലൗഹിനെ കുറിച്ച് പറഞ്ഞത് അൽ മഹ്ഫൂദ് എന്നുള്ളതാണ്. അത് സുരക്ഷിതമാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു നിലക്കുള്ള കൈകടത്തലുകളും ഏറ്റലും കുറച്ചലും മാറ്റലും അത് അസാധ്യം എന്നുള്ളതാണ്. അതാണ് അൽ-ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹു രേഖപ്പെടുത്തിയതിൽ വിശുദ്ധ ഖുർആനും രേഖയാണ്. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൽ വിശദമായി 114 അധ്യായങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ അതിൽ മെൻഷൻ ചെയ്യപ്പെട്ടതാണ്. അത് അൽ-ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അത് ഫിസ്സമാഇ ദുനിയ, ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശം, അതിൽ അവിടെയുള്ളവർക്ക് ഖിബിലയാക്കാൻ ഒരു ഭവനമുണ്ട്, അതാണ് ബൈത്തുൽ ഇസ്സ. അൽ-ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, അതൊന്നും നമ്മോട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഓരോ സമായിലും നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സപ്തവാനങ്ങൾ കൊണ്ടാണ് ഈ ഉലകം സംവിധാനിച്ചത്. സബ്അൻ ശിദാദൻ, ശക്തമായ 7 വാനങ്ങൾ. ഈ 7 വാനങ്ങളിലും
അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന, സുജൂദിലും റുക്കൂയിലുമായി വാനലോകത്തിൻ്റെ പടമലക്കുകൾ നിബിഡമാണ്. 4 വിരൽ വെക്കാൻ ഇടമില്ല. അവിടെയൊക്കെ ഒരു മലക്ക് റുക്കൂയിലും സുജൂദിലുമാണ്. ഈ ഓരോ വാനങ്ങളിലും ആ വാനങ്ങളിലുള്ളവർക്ക് ഇബാദത്തെടുക്കുവാൻ, തിരിഞ്ഞ് നിസ്കരിക്കുവാൻ കഅബയുണ്ട്, ഖിബ്ലയുണ്ട്. അതിൽ 7-ാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വൽ ബൈത്തുൽ മഅമൂർ വസഖ്ഫിൽ മർഫൂ എന്നൊക്കെ പറഞ്ഞില്ലേ. അൽ ബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിസ്സമാഇ സാബിഅ, അൽ ബൈത്തുൽ മഅമൂർ ഫിസ്സമാഇ സാബിഅതി, 7-ാം ആകാശത്തിലാകുന്നു അൽ ബൈത്തുൽ മഅമൂർ. യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ, അതിലേക്ക് എല്ലാ ദിനവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ലാ യഊദൂന ഇലൈഹി ഹത്താ തഖൂമ സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും അതിൽ പ്രവേശിച്ച മലക്കുകൾ പിന്നീട് ഒരിക്കൽ കൂടി മടങ്ങി വന്ന് അതിൽ പ്രവേശിക്കില്ല. ദിനം പ്രതി 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ. അതാണ് ബൈത്തുൽ മഅമൂർ. ഇസ്ര മിറാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടത് മുസ്നിദൻ ബഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് തൻ്റെ മുതുകിനെ ചാച്ച് അവലംബിച്ച് ഇരിക്കുന്നതായിട്ടാണ്. വഇദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ സുമ്മ ലാ യഊദൂന ഇലൈഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത് കാണാൻ സാധിക്കും മലക്കുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 7-ാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അസ്സമാഉദ് ദുനിയയിൽ ബൈത്തുൽ ഇസ്സ, അവിടെയുള്ളവർക്കുള്ള ഖിബ്ലയാണ്. ആ ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഓരോ സമായിലും ഇതുപോലെ ഖിബ്ലയുണ്ട്, ഓരോ ബൈത്തുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. അപ്പോൾ വിഷയം റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി മൊത്തത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ പറയപ്പെട്ട ഈ ഉൻസില, ഈ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെയാണ് അറിയിക്കുന്നത്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്സമാഉദ് ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് മൊത്തത്തിൽ അവതരിപ്പിച്ചു, അതിനെയാണ് അറിയിക്കുന്നത്. എന്നിട്ട് ആ റമദാൻ മാസത്തിൽ തന്നെയുള്ള ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ മുബാറക്കയിൽ ഈ അവതീർണതയ്ക്ക് അനുബന്ധമായിട്ട് സൂറത്തുൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് സൂറയിലെ ആദ്യ ആയത്തുകളും അവതരിപ്പിച്ചു. അപ്പോൾ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവതീർണതയുടെ ആരംഭം, തുടക്കം, അതും കൂടി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ഉൻസില എന്നുള്ള ഈ പ്രയോഗം അറിയിക്കുന്നു, തേടുന്നു. ഇവിടെ 23 വർഷങ്ങളിലായി, 20 വർഷങ്ങളിൽ നിന്ന് നിവേദനങ്ങളിലുണ്ട്, ഉദ്ദേശം 23 വർഷമാണ്. അറബി ഭാഷയിൽ ഈ ചില്ലക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ എണ്ണത്തിൽ അത് പരിഗണിക്കാതെയാണ് എണ്ണം പലപ്പോഴും പറയുക. അതുകൊണ്ടാണ് 20 വർഷങ്ങളിൽ എന്ന് നമ്മൾ നിവേദനങ്ങളിൽ വായിക്കുന്നത്. ഉദ്ദേശം 23 വർഷം. 23 വർഷങ്ങളിലായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദർഭോചിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സമാഉദ് ദുനിയയിൽ നിന്നാണ്, ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ആ ഭാഗം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയായിരുന്നു എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയും എന്നിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ പോകുന്നു, എന്നിട്ട് അവിടുന്ന് എടുക്കുന്നു, എന്നിട്ട് കൊണ്ടുവരുന്നു, അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി നൽകുന്നതനുസരിച്ച്, ബോധനം നൽകുന്നതിനനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ പ്രതീക്ഷിക്കുകയും ജിബ്രീൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആയത്തുകൾ, സൂറത്തുകൾ അവതരിക്കുന്നതിന് വേണ്ടി. ഇതിവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. സമായിൽ നിന്ന് മാഇനെ ഇറക്കി. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഒഴികെയുള്ളതൊക്കെ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയെന്ന് പറയുമ്പോൾ
മിനസ്സമാഇ മാഅൻ, ഇങ്ങനെയാണ് പ്രയോഗം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക്, പറയുക നസ്സലഹു റൂഹുൽ ഖുദുസ്, വിശുദ്ധ ആത്മാവായ മലക്ക് ജിബ്രീൽ വിശുദ്ധ ഖുർആനെ ഇറക്കിയിരിക്കുന്നു മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന്, ബിൽ ഹഖ്. അതേപോലെ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, തൻസീലുൽ കിതാബ് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണത മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാകുന്നു. ഹാമീം തൻസീലും മിനർ റഹ്മാൻ റഹീം, അർ റഹ്മാൻ അർ റഹീമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന്, അർ റഹ്മാനിൽ നിന്ന്, മിൻ റബ്ബിക്ക് താങ്കളുടെ റബ്ബിൽ നിന്ന്, ഇങ്ങനെയാണ്, സമായിൽ നിന്ന് എന്നല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് റബ്ബിൽ നിന്ന് മുനസ്സലാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മൊത്തത്തിൽ ജുംലത്തൻ വാഹിദത്തനായി അസ്സമാഉദ്ദുന്യ, അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അവതരിപ്പിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇത് 23 വർഷങ്ങളിലായി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗം ജിബ്രീൽ നിശ്ചയിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എന്നതല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ബൈത്തുൽ ഇസ്സയിൽ അനുസ്മരിക്കപ്പെട്ട വെക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന് ഓതി നൽകി. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സൃഷ്ടിച്ച ബൈത്തുൽ ഇസ്സ, അസ്സമാഉദ്ദുന്യ പോലത്തെ പടപ്പുകളിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. അത് പിഴച്ച വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേട്ട് ഉൾക്കൊണ്ട് പിന്നെ അത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്, മിൻ റബ്ബിക്, മിൻ അല്ലാഹ്, മിൻ അർ റഹ്മാനിർ റഹീം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു അവതീർണതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം അതത്ര റമദാൻ മാസം. റമദാനിൽ എന്ന്, എങ്ങനെ, ആരിൽ നിന്ന്, ആരിലൂടെ, ആർക്ക്, എപ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗം വിശദീകരിക്കവേ മനസ്സിലാക്കിയത്. ഇത് അറിയൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്നതിൻ്റെ പോരിശയും ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ ഒരു വിശേഷം, ഈ ഒരു അവതീർണതയുടെ വിഷയം. ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ട മാസമാണ് റമദാൻ മാസം. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. റമദാൻ സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ റമദാനു ഖദ് ജാഅക്കും, ഇതാ റമദാൻ, അത് നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹമരുളപ്പെട്ട മാസം. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പറയുമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അതിൻ്റെ തുടർച്ചയിൽ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ തുടങ്ങിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.